നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഇഒഡി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 18-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി വന്ന ദിവസങ്ങളായിരുന്നു. ഈ നമ്മുടെ ക്യാപ്ഷന് പറഞ്ഞുള്ള 4 കോടി ലോസ് വന്ന നിഫ്റ്റി ട്രേഡ് ഏതാണ് എന്നൊരാൾക്ക് ഏതോ ഒരു പ്രോപ്പർട്ടി ഡെസ്കിന് 4 കോടി രൂപ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 4 കോടി രൂപ ലോസ് വന്ന ട്രേഡിലേക്ക് നമുക്ക് ആദ്യം കടന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയുടെയും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള വ്യൂയിലേക്ക് എല്ലാം പറയാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഇഒഡി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മോർണിംഗിൽ നമ്മുടെ മാർക്കറ്റ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു മാർക്കറ്റ് വന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശം പറയുകയാണെങ്കിൽ 24,569 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഒന്ന് കയറി തിരിച്ച് അത് ഏകദേശം പറഞ്ഞെങ്കിൽ 24,682 കഴിഞ്ഞു 24,700 വരെ പോയതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഒറ്റ അടിക്ക് നമ്മുടെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് ഒരു 24,000 ഉച്ചയ്ക്കൊരു 11:45 ആയ സമയത്ത് അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ ഏത് ക്യാൻഡിലാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 11:45 ശേഷം തുടങ്ങിയ ഒരു ക്യാൻഡിൽ അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അടിച്ച് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്ലിയറായിട്ട് പറയണമെങ്കിൽ ഏകദേശം പറയണമെങ്കിൽ ഒരു ഈ പീരീഡ്, അതായത് ഈ എന്ന് പറഞ്ഞാൽ ഈ ഫോർ എക്സ്റ്റൻഷൻ, അതായത് EFG, അതായത് 11:15 ആ സമയത്ത് നിഫ്റ്റി ഒടുക്കാലത്ത് അടിച്ചിറങ്ങിയിട്ട് ആ ലാസ്റ്റ് 510 ലോ വന്നു. ആ ലോ വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു സിംഗിൾ ലോട്ട് സെല്ലിങ് ഇവിടെ നടന്നു. 5,111 കൊണ്ടൊരു സിംഗിൾ ലോട്ട് സെല്ലിങ് നടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒന്നുകിൽ റൈറ്റ് സൈഡിൽ 0 ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നോർമലി സീറോസൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നോർമലി സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ഓർഡർ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിരുന്നു. എന്തുകൊണ്ടാൽ ഈ ഒരാൾ ഓർഡർ അവിടെ അയാളുടെ സെല്ല് ബിലോ എന്ന് പറഞ്ഞ ലെവലിലിട്ട് സെല്ല് എക്സിക്യൂട്ട് ആവുകയും അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ അയാൾക്ക് ഉച്ചയ്ക്ക് ഒരു ഈ നമുക്ക് വന്ന ഈ 1:30 ഒരു ക്യാൻഡിലുണ്ടല്ലോ, അതായത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ ഒരു 1:30 ഒരു ക്യാൻഡിലിൽ ഒരു ഹ്യൂജായിട്ടൊരു ബൈ വന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. 1:30 അല്ല, കൃത്യമായി പറഞ്ഞ് 2:15 ആ ക്യാൻഡിലിൽ കൃത്യമായൊരു ഹ്യൂജ് ബൈ ഏകദേശം 5,544. അതായത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം അവിടെ വന്ന ആ സെല്ല് ചെയ്ത പ്ലെയർ ഇവിടെ ഫോഴ്സ്ഫുള്ളി അയാൾ 24,774 ഭാഗത്ത് വെച്ച് കവർ ചെയ്തു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയാണ് അയാളുടെ ലോസ് എന്ന് പറഞ്ഞാൽ 24,510 വിറ്റു 24,775 കവർ ചെയ്തു ഇൻറ്റു 5,111 ഇൻറ്റു 25 ഏകദേശം പറഞ്ഞാൽ 3,39,00,000 ലോസ്. അതാണ് ഞാൻ 4 കോടി ലോസ് വന്നോ എന്ന് കാണിച്ചുള്ള ആ ഒരു വ്യൂ തന്നത്. അപ്പോൾ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഷോർട്ട് കവറിംഗ് ആണ്. നിഫ്റ്റി കൃത്യമായിട്ട് കിഡിലൊരു മൂവ്മെൻറ്റ് തന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസം മുമ്പേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ 24,750 വരുമോ എന്ന് ചോദിച്ചുള്ള വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു 24,750 വന്നു നിഫ്റ്റി. അതിന് മുകളിൽ 24,816 വന്നു. 830 ഭാഗത്തൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി 810 808 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ നിഫ്റ്റി കിഡിലമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റപ്പ് പ്രകാരം നിഫ്റ്റി കിഡിൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു. ബാങ്ക് നിഫ്റ്റി പഴയ കഥ തന്നെ, ഞാൻ കഥയ്ക്കൊരു മാറ്റമില്ല, പഴയ കഥ ഇപ്പോഴും പുതിയ വീഞ്ഞും തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നിഫ്റ്റിക്ക് മാത്രം ആ കഥയ്ക്ക് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. നിഫ്റ്റി നോർമൽ വേരിയേഷൻ ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു. നിഫ്റ്റി ആ 24,510 ആ സെല്ല് ചെയ്ത ഭാഗത്ത് നിഫ്റ്റി എന്നൊരു ഫെയിൽഡ് ഓപ്ഷൻ തരികയും അതിൻ്റെ ടാർഗറ്റായി 24,701 വന്നു. 24,700 അതിന് മുകളിൽ സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഓൾമോസ്റ്റ് അവിടം വരെ നിഫ്റ്റി പോവുകയും ചെയ്തു. നിങ്ങൾ നോക്കിയാൽ തന്നെ നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി നോർമൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. അത് അപ്പ് വിത്ത്
ഓൾമോസ്റ്റ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,808 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കുറേ സിംഗിൾ പ്രിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 754 ഭാഗത്ത് സിംഗിൾ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 705 ഭാഗത്ത് സിംഗിൾ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ VWAP ആൻഡ് POC വരുന്ന ഏരിയ 24,668 ഇമ്പോർട്ടൻ്റ് ആണ്. ആ 662 ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ റീ എൻട്രി എടുക്കാം. ആ 600 POC ഇപ്പോഴും താഴേക്ക് തന്നെ കിടക്കേണ്ട, മുകളിലോട്ട് മെർജ് ചെയ്തിട്ടില്ല. 662 താഴെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ 600 താഴെ അടുത്ത ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 560 560 താഴെ ഈ പറഞ്ഞ 510 നാളത്തേക്കുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ. നമ്മൾ ആക്ച്വലി മൂവ്മെൻറ്റ് നടക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച ബഡ്ജറ്റ് ഡേയുടെ അന്നാണ്. എനിക്ക് കിട്ടിയ 1-2 ഇൻഫർമേഷൻ്റെ പ്രകാരവും എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ പ്രോപ്പ് ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന 1-2 ഫ്രണ്ട്സും അവർ കിട്ടിയ കുറച്ച് ഇതൊക്കെ പ്രകാരം ബഡ്ജറ്റ് അടിപൊളി ബഡ്ജറ്റാണെങ്കിൽ നിഫ്റ്റി 26,000 വരും എന്നുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നാണ് എനിക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഒരു അറിവ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം നിഫ്റ്റി എങ്ങനെ പോയി നോക്കാം. നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ന്യൂട്രൽ സ്ട്രീം അപ്പാണ്. ഇന്നത്തെ VWAP ആൻഡ് POC ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. 692 എന്ന് പറഞ്ഞ VWAPനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ POC അടുത്തായതുകൊണ്ട് 668 എന്ന് പറഞ്ഞ ആ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി മുകളിലോട്ട് നോക്കണം. നിഫ്റ്റി നോക്കേണ്ട നാളെ 24,840 മുകളിൽ അവൻ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 24,920 920 മുകളിൽ 24,985 24,985 മുകളിൽ 25,059 വരെ നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ 24,800 താഴെ നിൽക്കുന്ന കാലം 753 സപ്പോർട്ട് വരെ എടുക്കും. 753 താഴെ 705 705 താഴെ 668 668 പൊട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മളെ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്നതിലേക്ക് 24,600 600 താഴെ 555 555 താഴെ 510 എന്ന് പറഞ്ഞ ലെവലും വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ആ നിഫ്റ്റിയുടെ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാമല്ലോ. അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് റിമൂവ് ചെയ്യണേ. ഇപ്പോൾ നിഫ്റ്റിയുടെ കൃത്യമായി പറയുകയാണെങ്കിൽ 24,668 നമ്മളെ POC. അപ്പോൾ ഞാൻ അത് മാർക്ക് 24,668 അതാണ് നമ്മുടെ കോർഡിനേറ്റ്. 24,668 എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മളെ POC. ആൻഡ് VWAP അടുത്താണ് ഞാൻ VWAPന് മാർക്ക് ചെയ്യുന്നില്ല, POC മാത്രമേ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ. അതിന് മുകളിൽ നിൽക്കുന്ന നമുക്ക് സംബന്ധിച്ച് അടുത്ത നോക്കണം 840 നമ്മളെ റെസിസ്റ്റൻസ് 840 എന്ന് പറയുന്നത് നമുക്ക് റെസിസ്റ്റൻസ് ആണ്. 840 24,840 റെസിസ്റ്റൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് കയറി പോകാനുള്ള ചാൻസ് ഇനിയും കൂടുതലാണ്. 840ക്ക് മുകളിൽ പോകുമ്പം എത്രയാണ് 920 24,920 920ക്ക് മുകളിൽ 985 24,985 അതിന് മുകളിൽ 25,059 വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഓക്കെ, ഇതാണ് നമ്മളെ മാർക്കറ്റ്. ഇനി താഴോട്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് 753 24,753 നമ്മളെ സംബന്ധിച്ചൊരു ഫസ്റ്റ് സപ്പോർട്ടാണ്. കാരണം അതെന്താണ്, ഒരു സിംഗിൾ പ്രിൻറ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് അത് സപ്പോർട്ടാണ്. അതിന് താഴെ 24,703 24,703 അതിന് താഴെ ഈ ഒരു ഏരിയ സപ്പോർട്ടാണ്. ഓക്കെ, ഇനി ഈ POC പൊട്ടുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്ത എന്താണ് 24,600 നമ്മളെ അടുത്ത സപ്പോർട്ട്. 24,600 അടുത്ത സപ്പോർട്ട്. അതിന് താഴെ 24,555 24,555 അതിന് താഴെ ഇന്ന് വന്ന POC FA പോയിൻ്റായ 24,510 24,510 ആയിരിക്കും നമ്മൾക്ക് നാളത്തേക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇതാണ് നാളെ മാർക്കറ്റ് നിൽക്കേണ്ട ഏരിയ. ഓർത്തുകൊള്ളുക, 840ക്ക് മുകളിൽ 920യും 25,059 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 668 പൊട്ടുകയാണെങ്കിൽ 24,510ലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് വലിയൊരു മാറ്റമൊന്നുമില്ല. നിഫ്റ്റിക്ക് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒരു റേഞ്ച് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 24,690 എന്ന് പറഞ്ഞാൽ ഈ ഏരിയയ്ക്ക് മുകളിൽ പോയാൽ മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തുക. ഇപ്പോൾ ഈ POC ഞാനൊന്ന് മാറ്റി 52,680 ആക്കി. 680 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 22,804 അതിന് മുകളിൽ 920 അതിന് മുകളിൽ 53,97 അതിന് മുകളിൽ 53,250 വരും. ഇനി താഴോട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്
അടുത്ത വരുന്ന 52,450 ഒരു സപ്പോർട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഇപ്പം ഈ സപ്പോർട്ടുകളൊക്കെ എണ്ണം കുറഞ്ഞു 52,450, 52,450, അതിന് താഴെ 52,330, 52,330, അതിന് താഴെ നമ്മളെന്താണ് നമ്മുടെ ഈ സപ്പോർട്ടുകളൊക്കെ ആ രീതിക്ക് മാർക്കറ്റ് വരുന്നപ്പോൾ നമ്മൾ വ്യക്തമായി നിങ്ങൾ ഓർത്തോളൂ. സപ്പോർട്ട് 330, അതിന് താഴെ 52,148 ഒരു സപ്പോർട്ടാണ്, ഒരു 40 സപ്പോർട്ടാണ്. അതിന് താഴെ 52,060 എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് നമുക്ക് എടുക്കും. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ വിചാരിക്കുമ്പോൾ അല്ല, ആശാൻ നല്ലൊരു കിടില റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. ഓർത്തോളുക, ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് അടിപൊളി അടാറ് മൂവ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. HDFC ബാങ്ക് റിസൾട്ടോട് കൂടി നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇനി അങ്ങോട്ട് ബഡ്ജറ്റിൻ്റെ മൂവ് അനുസരിച്ച് മാത്രമേ ഇനി മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളൂ. ഇന്ന് എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഫ്രൈഡേ ആണ്. നാളെ വൈകിട്ട് മറ്റന്നാൾ കാലത്ത് HDFC ബാങ്കിന് റിസൾട്ട് ഉണ്ട്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷവും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസും അല്ലെങ്കിൽ HDFC ബാങ്കിന് അനുബന്ധിച്ചുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. പക്ഷേ ഇന്ന് അടിപൊളി ലോസ് വന്നൊരു ബിഗ്ഗസ്റ്റ് ട്രേഡ് നമ്മൾ കണ്ടു. ഞാനത് കാണിച്ച പോലെ 24,000 നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നിഫ്റ്റിയിൽ ഈ ഒരു ലോവർ ലെവൽ ഏകദേശം 5,111 ക്വാണ്ടിറ്റി ആരോ ഒരാൾ വിറ്റിട്ടുണ്ട്. ആ വിറ്റ ഒരാൾക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഈ ഭാഗത്ത് വന്ന് അയാൾ ഏകദേശം ഉച്ചയായപ്പോൾ തന്നെ അയാൾ ഈ ഭാഗത്ത് എക്സിറ്റ് ആവുകയും ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 3,39,00,000, അതായത് 3,40,00,000 അടുപ്പിച്ചുള്ള ലോസ് അയാൾ ഉണ്ടാക്കുകയും ചെയ്തു. സോ നിങ്ങൾ ഓർത്തുകൊള്ളുക, വലിയ വലിയ ബിഗ്ഗസ്റ്റ് ട്രേഡേഴ്സും പ്രോഫിറ്റും ലോസും ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ലെവലിൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.